ന്യൂസിലാൻഡ് ഇന്ത്യ വന്ന് പരാജയപ്പെടുത്തിയിട്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾക്കും പരാജയപ്പെടുത്താൻ കഴിയുമെന്നായിരുന്നു വെസ്റ്റ് ഇൻഡീസിന്റെ തള്ള്. പക്ഷേ ഇന്ന് നിങ്ങളുടെ ബാറ്റിംഗ് പെർഫോമൻസ് കണ്ടിട്ട് 3 ദിവസം പോലും നിങ്ങൾക്ക് സർവേ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. അത്രയ്ക്ക് മോശമായിരുന്നു നിങ്ങളുടെ ബാറ്റിംഗ്. എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 162 റൺസ് മാത്രമാണ് വെസ്റ്റ് ഇൻഡീസിന് കേവലം നേടാൻ കഴിഞ്ഞത്. ടോസ് കിട്ടിയ വെസ്റ്റ് ഇൻഡീസ് എന്തായാലും ബാറ്റിംഗ് ചെയ്യാൻ തീരുമാനിക്കുമായിരുന്നു. ടോപ്പ് ഓർഡർ തകർന്നു, മിഡിൽ ഓർഡർ തകർന്നു. ഗെയിലിനെയൊക്കെ കൂട്ടുപിടിച്ച് ഒരു 162 റൺസ് ഇന്ത്യയുടെ മുമ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്പിന്നർമാരെ, പ്രത്യേകിച്ച് കുൽദീപ് യാദവിനെ ലഞ്ചിന് മുമ്പ് അല്പം കൂടെ നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ മേ ബി ഒരു 100 റൺസ് തന്നെ കഷ്ടിച്ചേ എടുക്കാൻ കഴിയത്തുള്ളായിരുന്നു ഇന്നത്തെ വെസ്റ്റ് ഇൻഡീസ് ടീം. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇന്നത്തെ ബാറ്റിംഗ് കണ്ടിട്ട് എങ്ങനെയെങ്കിലും ടെസ്റ്റ് തീർക്കണം, അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ലീഗിൽ 2020 കളിക്കാൻ പോകണമെന്നുള്ള മട്ടിലുള്ള ബാറ്റിംഗ് ആയിരുന്നു. 5 ദിവസമാണ് ടെസ്റ്റ് എന്നുള്ള ബോധം പോലും ഇല്ലാത്ത ഒരു ബാറ്റിംഗ്. എങ്ങനെയും പെട്ടെന്ന് കാര്യം നടത്തുക പോവുക. സിംഗിൾ വേണ്ട, ഡബിൾ വേണ്ട, സ്ട്രൈക്ക് റൊട്ടേഷൻ വേണ്ട, ഒന്നും വേണ്ട. വരുക 2020 സ്റ്റൈലിൽ അടിച്ച് കളിക്കുക, ഒരു 200 റൺസ് വെക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാവുന്നുള്ള ഒരു മട്ടിലുള്ള ബാറ്റിംഗ്. ഒരു ഇൻറ്റൻറ്റും ഇല്ലായിരുന്നു. ഒരു ടെസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലല്ല ഇന്ന് നോക്കുവാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ഇന്ന് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത്. പ്യുവർ 2020 സ്റ്റൈലിൽ. ഇവരൊക്കെ കൂടുതലും 2020 ആണല്ലോ കളിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ഉപേക്ഷിച്ച് മറ്റുള്ള ലീഗുകളിൽ പോയിട്ട് 2020 കളിക്കും. അതേ ഒരു സ്റ്റൈലിൽ വന്നിട്ട് 2020 കളിക്കുന്നു. ഒരു 5 ദിവസത്തെ ടെസ്റ്റ് ആണെന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു വെസ്റ്റ് ഇൻഡീസ് ഇന്ന് കാഴ്ചവെച്ചത്. അവിടുത്തെ ടോപ്പ് സ്കോറർ നോക്കുവാണെങ്കിൽ ഒരു ഓൾറൗണ്ടറാണ്. ഗ്രേവിസ് വന്നിട്ട് 48 ബോളിൽ നിന്ന് 32 റൺസ് എടുക്കുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ടോപ്പ് സ്കോർ ഇന്നത്തെ. പിന്നെ അവരുടെ ക്യാപ്റ്റനായ ചേസും ഹോപ്പും കൂടെ ചേർന്ന് വെസ്റ്റ് ഇൻഡീസിന് അല്പം ഹോപ്പ് കൊടുക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചു. നമ്മൾ വിചാരിച്ചു അവരുടെ ക്യാപ്റ്റനായ ചേസ് കുറച്ചും കൂടെ റൺസ് ചേസ് ചെയ്തെടുക്കുമെന്ന് വിചാരിച്ചു. ഷേ ഹോപ്പ് അല്പം കൂടെ ഹോപ്പ് കൊടുക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് വിചാരിച്ചു. ഏകദേശം 48 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് രണ്ടുപേരും കൂടെ ചേർന്ന് ഉണ്ടാക്കി. അല്ലായിരുന്നെങ്കിൽ പിന്നെയും ദയനീയമായിരുന്നേനെ ഈ ടീമിൻ്റെ അവസ്ഥ. എന്നാൽ ചേസ് സിറാജിൻ്റെ മുമ്പിൽ വീണു. ഹോപ്പ് ലഞ്ചിന് മുമ്പ് കുൽദീപ് യാദവിൻ്റെ മുമ്പിൽ വീണപ്പോഴത്തേന് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. പിന്നെ ബുംറയുടെ മാജിക്കൽ യോക്കേഴ്സ് 162 റൺസിന് വെസ്റ്റ് ഇൻഡീസിനെ എറിഞ്ഞൊതുക്കുന്ന പ്രകടനം. ഇവരുടെ സ്ട്രെങ്ത് നോക്കുവാണെങ്കിൽ ഇവരുടെ ബോളിംഗ് ലൈനപ്പാണ്. 2025 WTC സൈക്കിൾ തുടങ്ങുമ്പോഴത്തേന് ആസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസിലോട്ട് പോകുന്നു. നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് വെസ്റ്റ് ഇൻഡീസ് കാഴ്ചവെക്കുന്നു. എന്നാൽ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ വളരെ ദയനീയമായിരുന്നു. അവസാനത്തെ ടെസ്റ്റ് തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആസ്ട്രേലിയയുമായിട്ടുള്ളത്, ആസ്ട്രേലിയ 121 റൺസിന് എറിഞ്ഞൊതുക്കുന്നു വെസ്റ്റ് ഇൻഡീസ്. എന്നാൽ ബാറ്റ് ചെയ്യാൻ വന്ന വെസ്റ്റ് ഇൻഡീസ് കേവലം 27 റൺസിന് ഓൾ ഔട്ട് ആവുന്ന ദയനീയമായ ഒരു പ്രകടനത്തിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. എന്നിട്ടാണ് വലിയ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ന്യൂസിലാൻഡ് ഇന്ത്യയെ വന്ന് പരാജയപ്പെടുത്തിയെങ്കിൽ ഞങ്ങൾക്കും കഴിയുമെന്ന്. ആ ഒരു ഇൻറ്റൻറ്റിൽ ഇന്ത്യയെ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ ദയനീയമായിരിക്കും നിങ്ങളുടെ അവസ്ഥ. ഇന്നത്തെ മത്സരത്തിലോട്ട് വരുവാണെങ്കിൽ അഹമ്മദാബാദിലെ പിച്ച് നമുക്കറിയാം, റെഡ് സോയിൽ പിച്ചാണ്. ഫാസ്റ്റ് ബോളർമാർക്ക് സീമും സ്വിങ്ങും ഒക്കെ കിട്ടുന്ന ഒരു പിച്ചാണ്. അൺഈവൻ ബൗൺസ് കിട്ടും. വേണ്ടി വന്ന സ്പിന്നർമാർക്ക് ടേണും കിട്ടുന്ന ഒരു പിച്ചാണ്. സോ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു പിച്ചാണ്. ദയനീയമായി ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടതിന് ശേഷം ഇന്ത്യ എടുത്ത ഒരു തീരുമാനമാണ് ടേണിംഗ് ട്രാക്കുകൾ ഉണ്ടാക്കത്തില്ലെന്നുള്ളത്. നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. ഇന്നത്തെ പിച്ച് നോക്കുവാണെങ്കിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു പിച്ചാണ്. ബാറ്റ് ചെയ്യേണ്ടവർക്ക് ബാറ്റ് ചെയ്യാൻ, ഫാസ്റ്റ് ബോളർമാർക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പിന്നർമാർക്ക് റോളിലോട്ട് വരാൻ പറ്റുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു പിച്ചാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഈ ടേണിംഗ് ട്രാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്ക് ബാറ്റ് ചെയ്യാൻ കഴിയും? വിരാട് കോഹ്ലിക്ക് ഒരു 10,000 റൺസ് പോലും തൻ്റെ കരിയറിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലുള്ള പിച്ചുകൾ ഉണ്ടാകേണ്ട ടേണിംഗ് ട്രാക്കുകളാണ്. പുജാരയുടെ ഫ്യൂച്ചർ പോലും ഇന്ത്യ വെച്ച് അസ്തമിക്കേണ്ടതായിട്ട് വന്നു. ഇന്ത്യയിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആസ്ട്രേലിയയിൽ പോയി സ്കോർ ചെയ്യാൻ കഴിയുമോ? ഇംഗ്ലണ്ടിൽ പോയി സ്കോർ ചെയ്യാൻ കഴിയുമോ? ന്യൂസിലാൻഡിൽ പോയി സ്കോർ ചെയ്യാൻ കഴിയുമോ? വളരെ ഡിഫിക്കൽട്ടാണ്. സോ ബാറ്റ്സ്മാൻമാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാവുന്ന, ബോളർമാർക്ക് ഷൈൻ ചെയ്യാൻ കഴിയാവുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പിച്ച് ഉണ്ടാക്കും. ഫാസ്റ്റ് ബോളർമാർ വന്ന് ഷൈൻ ചെയ്തു. ഗ്രീൻ ടോപ്പ് ഉണ്ടായിരുന്നു. സ്പിന്നർമാർക്ക് ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു, ടേൺ കിട്ടുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത, തരക്കേടില്ലാത്ത ഒരു പിച്ച് തന്നെയായിരുന്നു ഇന്നത്തെ പിച്ച്. ഇന്നത്തെ ഒരു പിച്ചിൽ വെസ്റ്റ് ഇൻഡീസ് ബാറ്റ് ചെയ്യാൻ എടുത്തൊരു തീരുമാനം എനിക്ക് തോന്നുന്നു താൻ കുഴിച്ച കുഴിയിലേക്ക് താൻ തന്നെ പോയി വീഴുമെന്ന് പറഞ്ഞൊരു പ്രകടനമായിരുന്നു വെസ്റ്റ് ഇൻഡീസ് കാഴ്ചവെച്ചത്. കാരണം ഓവർകാസ്റ്റ് കണ്ടീഷൻ ആയിരുന്നു. ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാർ വന്ന് മിന്നിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. പ്രത്യേകിച്ച് സിറാജിൻ്റെ ഫോം നമുക്കറിയാം. ഇംഗ്ലണ്ടിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് സിറാജ് വന്നത്. ബുംറ നമുക്കറിയാം, ഈ ഈസ് എ ബെസ്റ്റ് ബോളർ. നമുക്ക് ആ കാര്യത്തിൽ സംശയമില്ല. സോ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നപ്പോഴത്തേന് വെസ്റ്റ് ഇൻഡീസിനെ വരിഞ്ഞു മുറക്കുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. രണ്ടുപേരും കൂടെ ചേർന്ന് 7 വിക്കറ്റ് എടുത്തത്. ബുംറയും സിറാജും കൂടെ ചേർന്ന് 7 വിക്കറ്റാണ് എടുത്തത്. അതിൽ എടുത്തു പറയേണ്ട സിറാജ് സാറിൻ്റെ ബോളിംഗ് പ്രകടനമായിരുന്നു. ലയൺ ഹാർട്ട് ഓഫ് സിറാജ്. ഇംഗ്ലണ്ടിൽ എന്നാ മിന്നിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബുംറയുടെ ഷാഡോയിൽ നിന്ന് മാറി വരുമ്പോഴത്തേനും വേറൊരു സിറാജ്. ഇന്ന് ബുംറയുടെ കീഴിൽ നിന്നിട്ടും സിറാജാണ് വന്ന് വിക്കറ്റ് എടുക്കുന്നത്. ബുംറയെ നോക്കി നിർത്തിക്കൊണ്ട് ആദ്യത്തെ 10 ഓവർ തന്നെ സിറാജ് 3 വിക്കറ്റ് വന്ന് എടുത്തു. ഈ ചന്ദ്രപോളിൻ്റെ വിക്കറ്റ് അവിടെ എടുക്കുന്നു.
ഏറ്റവും മനോഹരമായ ഒരു വിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപ്റ്റനായ കേസിന്റെ വിക്കറ്റ് എടുത്തായിരുന്നു. ഒരു വൗൾ സിംഗ് ഡെലിവറി. സിറാജ് രണ്ട് സൈഡിലോട്ടും ബോൾ തിരിക്കുന്നുണ്ട്. ഇന്ന് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിലെ ബാറ്റ്സ്മാൻമാർ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു സിറാജിനെ എങ്ങനെ കളിക്കേണ്ടത് നോക്കി. ഫ്രണ്ട് ഫുട്ടി കളിക്കണോ, ബാക്ക് ഫുട്ടി കളിക്കണോ, എങ്ങനെ കളിക്കണോ എന്നറിയാതെ സ്ട്രഗിൾ ചെയ്യിക്കുന്ന ഒരു ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു സിറാജ് കാഴ്ചവെച്ചത്. അതുപോലത്തെ ഒരു ബോളിംഗ് ആയിരുന്നു ബ്രാൻഡൻ കിങ്ങിനെതിരെ. ഒരു നിക്ക് ബാക്ക് ഡെലിവറി. ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ ഒരു ബോൾ ഇട്ട് കൊടുക്കുന്നു, അടുത്ത ബോൾ നിക്ക് ബാക്ക് ചെയ്ത് കൊണ്ടുവരുന്നു. ലെഗ് ബിഫോർ ആയിട്ട് ബ്രാൻഡൻ കിങ്ങിനെയും പറഞ്ഞു വിടുന്നു. സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ലയൺ ഹാർട്ട് ഓഫ് സിറാജ് സാർ. വന്ന് 4 വിക്കറ്റ് എടുക്കുന്നു. ഞാൻ വിചാരിച്ചു ഒരു 5 വിക്കറ്റ് കിട്ടിപ്പോയെന്ന് വിചാരിച്ചു. 4 വിക്കറ്റ് കൊണ്ട് തൃപ്തനാവേണ്ടതായിട്ട് വന്നു സിറാജ് സാറിന്. നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. പിന്നെ ബുംറ. ഇന്ന് ബുംറ കളിക്കേണ്ടതായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു സംശയം. വെസ്റ്റ് ഇൻഡീസ് നോക്കുവാണെങ്കിൽ പോയിന്റ് ടേബിൾ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാണ്. 6ാം സ്ഥാനത്ത് നിൽക്കാനുള്ളൊരു കാരണം സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും പാകിസ്ഥാനും ഒന്നും ഈ ഒരു സൈക്കിളിൽ ഒരു മത്സരം പോലും കളിച്ചില്ല. അതുകൊണ്ടാണ് 6ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവരൊക്കെ കളിച്ചിരുന്നെങ്കിൽ മേ ബി ഏറ്റവും അവസാന സ്ഥാനക്കാരായിട്ട് വെസ്റ്റ് ഇൻഡീസ് മാറിപ്പോയാനെ. നമ്മൾ കണ്ടു ഏഷ്യ കപ്പിൽ നോക്കുവാണെങ്കിൽ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല ബുംറയ്ക്ക്. നോക്കുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ ടൂർ വരുന്നുണ്ട്. ടെസ്റ്റ് അല്ല എങ്കിലും T20 ഉണ്ട്, ODI ഉണ്ട്. സോ അതായിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടൂർ. ഈ ഒരു മത്സരത്തിൽ ബുംറയെ റെസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അർഷദീപിനെ കൂട്ടുള്ള ഒരു ന്യൂ ബോളർമാരെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തുമാത്രം നല്ലതായിരുന്നു. അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടിപ്പോയേനെ. ബുംറയ്ക്കൊന്ന് ഫ്രഷ് ആവാൻ കഴിഞ്ഞേനെ. ഇന്ന് സിറാജിനെ നോക്കിക്കേ, ഇംഗ്ലണ്ട് ടൂർ കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റ് കൊടുക്കുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ഫ്രഷ് ആയിട്ട് എറിയുന്ന ഒരു സിറാജ് സാറിനെ കാണാൻ കഴിഞ്ഞു. എന്നാൽ ബുംറ നോക്കുവാണെങ്കിൽ ദുബായിലേക്ക് പോകുന്നു. ദുബായിലെ ക്ലൈമറ്റ് കണ്ടീഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം. പിന്നെ അവിടുന്ന് നേരെ ഇന്ത്യയിലേക്ക് വരണം. സോ റെസ്റ്റ് കൊടുക്കാമായിരുന്നു. ബുംറയുടെ ബെസ്റ്റ് കാഴ്ച വെക്കുന്നു. ഓപ്പണറായ ക്യാമ്പലിനെ പറഞ്ഞു വിടുന്നു. അതുപോലെ തന്നെ അവരുടെ ടെയിലിനെ വളരെ പെട്ടെന്ന് പറഞ്ഞു വിടുന്നു. ടെയിലിന് നമുക്കറിയാം ഇന്ത്യക്കെതിരെ എപ്പോഴും പണി കിട്ടുന്നതാണ്. ഒരു ചെറിയ പാർട്ണർഷിപ്പ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ മേ ബി ഒരു 200 റൺസിലോട്ട് അവർ പോയേനെ. എന്നാൽ അവരുടെ ടെയിലിനെ ബുംറയുടെ ടിപ്പിക്കൽ യോക്കർ വഴി പറഞ്ഞു വിടുന്നു. ബുംറയും മനോഹരമായ ഒരു ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. പിന്നെ കുൽദീപ് യാദവ്. 2017 കുൽദീപ് യാദവ് ടെസ്റ്റിലോട്ട് വരുന്നത് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ. എന്നാൽ വിരാട് കോഹ്ലിയും തഴഞ്ഞു മാറ്റി നിർത്തി. പിന്നെ രോഹിത് ശർമ്മയുടെ കീഴിലോട്ട് വരുന്നു. രോഹിത് ശർമ്മയും തഴഞ്ഞു മാറ്റി നിർത്തി. പിന്നെ ശുഭ്മൻ ഗില്ലിന്റെ ഫസ്റ്റ് ക്യാപ്റ്റൻസിയിൽ ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുപോയി കളിപ്പിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. സ്പിന്നിന് അനുകൂലമായി പിച്ച് ഉണ്ടായിരുന്നു. അവിടെയും കളിപ്പിച്ചില്ല, അവിടെയും മാറ്റി നിർത്തി. ഇന്നത്തെ മത്സരത്തിൽ കളിപ്പിക്കാൻ എടുത്ത തീരുമാനം മനോഹരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഏഷ്യ കപ്പിൽ കാഴ്ചവെച്ച ആ ഒരു പ്രകടനം 17ാമത്തെ ഓവറിൽ 3 വിക്കറ്റാണ് എടുത്തത്. ആ ഒരു ചെറിയ സ്കോറിൽ പാകിസ്ഥാനെ എറിഞ്ഞൊതുക്കാൻ കുൽദീപിന്റെ ഒരു പെർഫോമൻസ് സൂപ്പറായിരുന്നു. എന്നാൽ പെർഫോമൻസിനുള്ള അംഗീകാരം ഇന്ന് കിട്ടുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന്റെ പ്ലേയിങ് 11 കളിക്കാനുള്ള അവസരം കുൽദീപിന് കിട്ടുന്നു. കേവലം 13 ടെസ്റ്റ് മാത്രമേ കളിച്ചുള്ളൂ. 2017 അരങ്ങേറിയ കുൽദീപ് കേവലം 13 ടെസ്റ്റ് മാത്രമേ കളിപ്പിച്ചുള്ളൂ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള ഷോക്കിംഗ് ആണ്. ഇന്ന് വരുന്നു, എന്നാ മനോഹരമായിട്ടാണ് ബോൾ ചെയ്യുന്നത്. വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാൻമാർക്ക് കുൽദീപിനെ റീഡ് ചെയ്യാൻ തന്നെ വളരെ പ്രയാസമായിരുന്നു. ടൈം എടുക്കുമായിരുന്നു. എങ്ങനെ കളിക്കണമെന്ന് അറിയാൻ വയ്യായിരുന്നു. അവിടെ ഒരു ചെറിയൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ചേസും ഹോപ്പുമായിട്ട് ചേർന്ന് ഒരു 48 റൺസിന്റെ പാർട്ണർഷിപ്പ് വരുന്നു. ലഞ്ചിന് തൊട്ട് മുമ്പ് കുൽദീപിന്റെ ഒരു ടിപ്പിക്കൽ ലെഗ് സ്പിൻ ഡെലിവറി ഹോപ്പിന്റെ കുറ്റിയും പറിച്ചുകൊണ്ട് പോകുന്നു. വെസ്റ്റ് ഇൻഡീസിന്റെ എല്ലാ ഹോപ്പും അവസാനിപ്പിക്കുന്ന ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു കുൽദീപ് യാദവ്. സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് കുൽദീപ് യാദവ്. അതുപോലെ തന്നെ സുന്ദർ വരുന്നു, ഒരു വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുന്നു. വെസ്റ്റ് ഇൻഡീസിന്റെ 162 റൺസിന് എറിഞ്ഞൊതുക്കാൻ ഇന്ത്യൻ ടീമിനായി. ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഇന്ത്യ 121 റൺസിൽ 2 വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. KL രാഹുലിന്റെ ക്ലാസിക്കൽ ബാറ്റിംഗ് ഇംഗ്ലണ്ടിൽ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇന്ത്യയിലോട്ട് വരുമ്പോൾ തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാറ്റിംഗ് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ സേന കൺട്രിയിൽ നല്ലൊരു പെർഫോമൻസ് ആണ് KL രാഹുലിന് പറയാനുള്ളത്. എന്നാൽ കഴിഞ്ഞ ന്യൂസിലാൻഡ് സീരീസ് എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീരീസാണ്. അവിടെ നോക്കുവാണെങ്കിൽ വളരെ മോശം പ്രകടനമായിരുന്നു. ടീമിൽ നിന്ന് പുറത്തു പോകുന്നു, സർഫ്രാസ് ഖാൻ ടീമിലേക്ക് വരുന്നു. വളരെ മോശം പ്രകടനമാണ് ഇന്ത്യയിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കണ്ടിട്ട് സൂപ്പർ. എവിടെയാണോ അവസാനിച്ചത് അവിടുന്ന് തുടങ്ങുന്ന ഒരു ബാറ്റിംഗ് ആയിരുന്നു രാഹുൽ കാഴ്ചവെക്കുന്നത്. എന്നാ ക്ലാസ് പ്ലെയർ ആണെന്ന്. ബാക്ക് ഫുട്ടിൽ കളിക്കുന്ന ഒരു പഞ്ച് ഷോട്ട് ഉണ്ടല്ലോ ഓഫ് സൈഡിൽ, 4th സ്റ്റമ്പ് 5th സ്റ്റമ്പിലോട്ട് വരുന്ന ഒരു ബോൾ, അതാണ് ക്ലാസിക്കൽ ഷോട്ട്. നോക്കുവാണെങ്കിൽ പലരും കളിക്കുക ഷോട്ട്. ശുഭ്മൻ ഗിൽ കളിക്കുക, അത് സ്ക്വയർ കട്ടാണ്. KL രാഹുൽ നോക്കുവാണെങ്കിൽ പഞ്ച് ചെയ്യുകയാണ് ഓഫ് സൈഡിലോട്ട്. മനോഹരമായിട്ട് ബാക്ക് ഫുട്ടിൽ വന്നിട്ട് മനോഹരമായിട്ട് പഞ്ച് ചെയ്യും, മനോഹരമായിട്ട് ഡ്രൈവ് ചെയ്യും. ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യ ചെറിയൊരു കൊളാപ്സിലോട്ട് പോകാമായിരുന്നു. എന്നാൽ അവിടുന്ന് ഇന്ത്യയെ കരക്കെത്തിക്കുന്നു. ഇന്ത്യയുടെ പുതിയ വൻമതിൽ KL രാഹുലിന്റെ മനോഹരമായ ഒരു ബാറ്റിംഗ്. 114 ബോളിൽ നിന്ന് 53 റൺസ് എടുക്കുന്നു. മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. ജയ്സ്വാൾ ഔട്ടായി പോയി. ജയ്സ്വാൾ അവിടെ നോക്കുവാണെങ്കിൽ ആദ്യമേ ഒന്ന് സ്ട്രഗിൾ ചെയ്തു. അവിടെ ഒരു മഴയൊക്കെ വന്നായിരുന്നല്ലോ, ഒരു ബ്രേക്ക് വരുന്നു, അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തു. 36 ബോളിൽ നിന്ന് 4 റൺസ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് മഴ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് വേറൊരു മോഡ്, അഗ്രസീവ് മോഡ് ഓൺ ആക്കി ബാറ്റ് ചെയ്ത ജയ്സ്വാളിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. നല്ലൊരു സ്റ്റാർട്ട് കിട്ടി, പക്ഷേ അതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. വലിയൊരു സ്കോറിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ സീൽസിന്റെ മനോഹരമായ ഒരു ഗുഡ് ലെങ്ത് ഡെലിവറി ആയിരുന്നു. അത് കട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കോട്ട് ബിഹൈൻഡ് ആയി കീപ്പറിന് ക്യാച്ച് കൊടുത്തിട്ട് ജയ്സ്വാളിന് കയറി പോകേണ്ടതായിട്ട് വന്നു. വലിയൊരു പെർഫോമൻസ് ജയ്സ്വാളിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. സ്കോറിനെ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ സായി കൺസിസ്റ്റന്റ് സുദർശൻ. IPL കൺസിസ്റ്റന്റ് എന്ന വാക്കിന്റെ അർത്ഥം സായി സുദർശൻ ആയിരുന്നു. എന്നാൽ ടെസ്റ്റിലോട്ട് വരുമ്പോഴത്തേന് ആ ഒരു കൺസിസ്റ്റൻസി കാഴ്ചവെക്കാൻ സായി സുദർശന് കഴിയുന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ്.
കരുൺ നായർ ഇന്ന് ടീമിന് പുറത്താണ്. അജിത് അഗാക്കർ പറഞ്ഞു ഏജ് ഓവറാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു പ്രകടനം കരുൺ നായർ കാഴ്ചവെച്ചില്ല, സോ ഞങ്ങൾ ബാക്ക് ചെയ്യുന്നു സായി സുദർശനെ. നല്ല പ്ലെയർ തന്നെയാണ്, ഒരു സംശയമില്ല, ബാക്ക് ചെയ്യേണ്ട പ്ലെയറാണ്, അവസരങ്ങൾ കൊടുക്കേണ്ട പ്ലെയറാണ്. പക്ഷേ എത്ര അവസരങ്ങൾ സായി സുദർശനെ തേടി വരുമെന്ന് സായി സുദർശൻ തന്നെ പരിശോധിക്കുക. ദേവത് പടിക്കൽ വെളിയിരിപ്പുണ്ട്, സർഫറാസ് ഖാൻ വെളിയിരിപ്പുണ്ട്, ശ്രേയസ് അയ്യർ വെളിയിരിപ്പുണ്ട്, അഭിനവ് ഈശ്വരൻ പുറത്തിരിപ്പുണ്ട്. സോ കിട്ടുന്ന അവസരങ്ങൾ ഇന്ത്യൻ ടീമിൽ യൂട്ടിലൈസ് ചെയ്യാൻ സായി സുദർശന് കഴിഞ്ഞില്ല എങ്കിൽ പ്ലേയിങ് 11 കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമായിരിക്കും സായി സുദർശൻ. ഇന്നത്തെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ മറ്റൊരു ഫെയിലിയറിലോട്ട് സായി സുദർശൻ പോകുന്നു. സായി സുദർശൻ നോക്കുവാണെങ്കിൽ സ്പിന്നറായ ചേസ്, അതൊരു പാർട്ട് ടൈം ബോളറാണ്, ഒരു കട്ട് ഷോട്ട് കളിക്കാൻ പോകുന്നു, ലെഗ് ബിഫോർ ആയിട്ട് കയറി പോകേണ്ട ഒരു അവസ്ഥ. നോക്കുവാണെങ്കിൽ വളരെ ടെൻഷൻ എടുത്താണ് കളിക്കുന്നത്. KL രാഹുലിനെ റൺ ഔട്ട് ആക്കാൻ ഒരു ചാൻസ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. മേ ബി KL രാഹുലിനെ ഔട്ടാക്കി കയറ്റി വിട്ടേനെ സായി സുദർശൻ. ഫീൽഡിങ് വരുവാണെങ്കിൽ ഷോർട്ട് ലെഗിലാണ് സായി സുദർശൻ ഫീൽഡിങ്ങിൽ ഇട്ടത്. 2-3 ക്യാച്ച് ഷോർട്ട് ലെഗിൽ കൊണ്ട് കളയുന്നതായിട്ട് നമ്മൾ കണ്ടു. സോ ഇത് ഏർലി കോൾ ആയിരുന്നു സായി സുദർശൻ ടീമിലോട്ട് ഇട്ടതെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് സത്യം പറഞ്ഞാൽ. സോ സായി സുദർശനെ സംബന്ധിച്ചിടത്തോളം ഇനി സെക്കൻഡ് ഒരു ഇന്നിങ്സ് കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഇന്ത്യൻ ടീമിന്. അപ്പോൾ അടുത്ത ഒരു ചാൻസ് കൂടെ കിട്ടുമായിരിക്കും. നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് ടീമിൽ നിലനിൽക്കാനുള്ള നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സായി സുദർശന് കഴിയട്ടെ. അല്ലെങ്കിൽ ഇത് സംഭവിക്കുമെന്ന് സായി സുദർശൻ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗില്ലും KL രാഹുലും കൂടെ ഗ്രീസിൽ നിൽപ്പുണ്ട്. ബോൾ നോക്കുവാണെങ്കിൽ അല്പം ലിഫ്റ്റ് കിട്ടുന്നുണ്ട്, അല്പം ടേണ് കിട്ടുന്നുണ്ട് അവസാനത്തെ സെഷനിലോട്ട് വരുമ്പോഴത്തേന്. സോ നാളെ അറിയില്ല സ്പിന്നർമാർ എത്രമാത്രം റോളിലോട്ട് വരും. റഫായിട്ടുള്ള ഏരിയ ഒക്കെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരു 400-500 കണ്ടെത്താൻ കഴിയുവാണെങ്കിൽ മേ ബി ഇന്ത്യക്ക് ഇനി സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. വെസ്റ്റ് ഇൻഡീസിൻ്റെ സെക്കൻഡ് ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസിനെ ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് തന്നെ എറിഞ്ഞൊതുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിച്ച് നോക്കുവാണെങ്കിൽ അല്പം ചേഞ്ചായി വരുന്നു. മൂന്നാമത്തെ ദിവസമൊക്കെ ഇവിടെ വന്ന് സ്പിന്നിനെ കളിക്കുക, പ്രത്യേകിച്ച് കുൽദീപിനെ കളിക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള പരിപാടി ആയിരിക്കത്തില്ല. സോ നാളത്തെ ഒരു ദിവസം നിർണായകമായിരിക്കും. എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ നാളത്തെ ഒരു ദിവസം സർവേ ചെയ്യുമോ, മൂന്നാമത്തെ ഒരു ദിവസം ഫസ്റ്റ് സെഷനെങ്കിലും ഇന്ത്യക്ക് കളിക്കാൻ കഴിയുമോ, ഒരു ഹ്യൂജ് ലീഡ് വെസ്റ്റ് ഇൻഡീസിൻ്റെ മുമ്പിലോട്ട് ഇന്ത്യക്ക് വെച്ച് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് നാളെ നമുക്ക് കാത്തിരുന്ന് കാണാം.